അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിൽ കടക്കുന്നു എന്നതാണ് ഫോക്സ് ന്യൂസിൻ്റെ പുതിയ ഒരു വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ട് രീതിയായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ മെച്ചമുണ്ടാകുക എന്ന് കരുതിയത്. ഒന്ന്, അവരുടെ ഡീല് അഥവാ കോൺട്രാക്റ്റ് പരിഹരിക്കുക, അല്ലെങ്കിൽ ഒപ്പുവെച്ച് കാര്യങ്ങളൊക്കെ പരിഹരിക്കുക, രമ്യമായി പരിഹരിച്ച് യുദ്ധമുഖത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങളും മാറുക എന്നതായിരുന്നു. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ ഇറാന് അത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതോടുകൂടി ഇറാൻ അവസാനത്തെ വാക്ക് പറഞ്ഞു, നിങ്ങളുമായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വൺ വേ സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ല, ഞങ്ങൾ പറയുന്നതും കൂടി നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടൊരു ഡീലാണെങ്കിൽ പറ്റാവുന്നതേ ഉള്ളൂ. ഇതാണ് മാനുഷികമായിട്ടുള്ള പരിഗണന. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിനാണ് വന്നതെങ്കിൽ യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിക്ക് മുന്നോട്ട് പോകും. അവസാന ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പായി, ഈ ഡീൽ എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണെന്ന് കൃത്യമായി മനസ്സിലായി. പേടിപ്പിച്ച് നിർത്തിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളത് ട്രംപിന് ഇറാനിൽ നിന്ന് സാധിക്കില്ല എന്നുള്ള അവസാനത്തെ ഉറപ്പും കിട്ടിയതിന് ശേഷം ഫോക്സ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ ട്രംപ് പറയുന്നുണ്ട്, ഇറാനുമായിട്ടുള്ള ഇനിയൊരു ചർച്ച ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഫുൾ സ്കെയിൽ യുദ്ധമാണ് ഇനി മിഡിൽ ഈസ്റ്റിൽ വരാൻ പോകുന്നത്. അമേരിക്കൻ നീക്കങ്ങളുടെ വേഗത വളരെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല യുദ്ധ കൈമാറ്റങ്ങൾ അഥവാ യുദ്ധങ്ങളുടെ രേഖകളൊക്കെ കൈമാറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരൂപണങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണെന്ന് കരുതുന്നു. ഏതൊരു ആക്രമണത്തിനെയും ചെറുത്ത് തോൽപ്പിക്കാമെന്നുള്ള മികവോടെ തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. നിങ്ങളുടെ ഡീല് കാര്യമായി പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഞങ്ങളുടെ വൺ വേ കോൺട്രാക്റ്റ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നില്ല. അത് യുദ്ധമാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെ തന്നെ പൂർണ്ണമായി വിഴുങ്ങുന്ന യുദ്ധമാണ് ഞങ്ങൾ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവസാനത്തെ യുദ്ധമാണ് അവരങ്ങേയറ്റം ആഗ്രഹിക്കുന്നതും അവസാനത്തെ നിമിഷത്തിൽ അവർ തീരുമാനമെടുത്തതും. കാരണം ഇറാൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൽ തുലനം ചെയ്ത് നോക്കിയ അമേരിക്ക മേൽക്കോമയുണ്ട്. പക്ഷേ ഈ ഇറാൻ്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഒട്ടനേകം രാജ്യങ്ങൾ അമേരിക്കയെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സിൽബന്ദികളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പറ്റുന്ന പരിക്കുകൾ ഇവിടെ കൊടുത്തിട്ട് അവിടെ പറ്റണം എന്നുള്ളതാണ് ഇറാൻ്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ജോർദാൻ, അതുപോലെ തന്നെ ഖത്തർ, ഇതാണ് ഹോട്ട് ലിസ്റ്റിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം UAEയും സൗദി അറേബ്യയൊക്കെ തൽക്കാലം പിന്നിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹോട്ട് ലിസ്റ്റിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എവിടെയൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ കയറി അടിക്കുക തന്നെ ചെയ്യും. പ്രതിരോധപൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വരാനിരിക്കുന്ന മണിക്കൂറുകൾ ഒരു ഗ്രെയിം മാറ്റത്തിൻ്റെ ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫോക്സ് ന്യൂസ് പറയുന്നത്. മൊത്തത്തിൽ പറയേണ്ടത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പലതവണ പറഞ്ഞതാണ്. ഫോക്സ് ന്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇസ്രായേൽ ടൈംസ് ആണെങ്കിലും ഈ വലിയ വലിയ ന്യൂസുകളിലൊക്കെ വന്നു തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അവസാനത്തെ വാക്കെന്നാണ് പറയുന്നത്, ശത്രുക്കൾ മണ്ടത്തരം കാണിച്ചാൽ ഞങ്ങൾ അതേസമയം തിരിച്ചടിക്കുമെന്ന് ഇറാനിയൻ സൈനിക വക്താവ് പറയുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ശത്രുക്കളായിട്ടുള്ള ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടിയാൽ നിങ്ങൾ കരുതുന്ന രൂപത്തിലല്ല പ്രതികരണം ഉണ്ടാകുക. നിങ്ങളിപ്പോൾ കരുതി വെക്കുന്നത് ഒറ്റയടിക്ക് ഒറ്റ മൊമെൻറ്റിൽ എല്ലാം തീർത്ത് വെനസ്വേലയിൽ പോയി 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ട്രൂത്തിൽ വന്നിട്ട് പറയാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് ഈ വെനിസ്വേലയിൽ മാത്രമേ നടക്കുള്ളൂ. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. 40 കൊല്ലത്തോളം നിങ്ങൾ കെട്ടി മുറുക്കിയിട്ട് പോലും ഞങ്ങൾ ഈ ലെവലിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയാത്തത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട്. അത് നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക. വാക്കുകളിലൂടെ ഇനി മറുപടികൾ പറയുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. നല്ല അജയമായിട്ടുള്ള വാക്കുകളാണ്, പക്ഷേ എവിടം വരെ എത്തും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായിട്ട് എക്കണോമിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ പരാധീനതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ IRGC എന്ന് പറയുന്നതും ഈ സർക്കാരും വളരെ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ ആ ലെവലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അന്തിമ വിജയം ആർക്ക് എന്നുള്ളത് നമുക്കിത് ഈ കാര്യങ്ങളിൽ ഒന്നും പറയാൻ കഴിയില്ല. എന്നാൽ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബ്രഹാം ലിങ്കനെ നമ്മൾ അവസാനമായിട്ടെങ്കിലും ഈ വെള്ളത്തിൽ അഥവാ കടലിൽ മുക്കിക്കളയും എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. മീൻസ് ഞങ്ങളുടെ ഹിഡൻ ലിസ്റ്റുകളിൽ അബ്രഹാം ലിങ്കൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള സിൽബന്ദികളൊക്കെ കടലിൽ താത്തുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ജീവനാണ്, ഞങ്ങളുടെ ജീവനില്ലാതെ രാജ്യം ഉണ്ടായിട്ട് ഇവിടെ കാര്യമില്ല എന്ന ഒരു വികാരഭരിതമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്നാൽ ട്രംപ് കാര്യങ്ങളൊക്കെ
ലോക കള്ളനായിട്ട് അവതരിപ്പിക്കപ്പെടാൻ ഇന്ന് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് വെച്ചാൽ ട്രംപിനാണ്. അദ്ദേഹം വെനിസ്വേലയിൽ പോയിട്ട് കൊള്ളയടിക്കുകയും അത് ഒരുപാട് ആളുകൾക്ക് മില്യൺ കണക്കിന് ലിറ്റർ ഇന്ധനങ്ങളെ അദ്ദേഹം തന്നെയാണ് കോടിക്കണക്കിന് ബാരലുകൾ ഞാൻ തന്നെ ഡയറക്റ്റ് കച്ചവടം നടത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ശേഷം ഇറാനിലേക്ക് വരുന്നു. അവിടെയുള്ള പ്രകൃതി സമ്പത്തുകളൊക്കെ വാരിക്കൂട്ടാൻ അദ്ദേഹം മനസ്സിലാക്കുകയും അതേപോലെ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കമ്പനികൾക്ക് തന്നെ കോൺട്രാക്റ്റ് ചെയ്തു എന്നുള്ളതാണ് രസം. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സമ്പത്തുകളൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്ന് പറയുന്ന രീതിക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇറാൻ ആ രാജ്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഒന്നും നോക്കാനില്ല. ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാകും. അതിൽ അതുവരെ കാത്തിരുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ട് ഇവർക്കെതിരെ തിരിഞ്ഞു നിന്നത് അവരൊക്കെ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആയുധങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിലും ശരി അതൊന്നും അവിടെ നിന്ന് പൊന്തിക്കിട്ടുണ്ട് എന്നാലുള്ള കാര്യം നടക്കുകയുള്ളൂ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ കരാട്ടയും കള്ളരയ്ക്കും അറിയാം, പക്ഷേ ഭൂമിയിൽ നിൽക്കാൻ കഴിയണ്ടേ, നിലത്തൊന്നും നിൽക്കാൻ പറ്റണ്ടേ. അത്രയും വലിയ എയറിലേക്ക് തള്ളിയിട്ടതുകൊണ്ടൊന്നും നടന്നില്ല. ഇതുപോലെ ആയിപ്പോവോ ഇറാൻ്റെ കാര്യത്തിലും എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് യുദ്ധവിദഗ്ധന്മാരൊക്കെ ഉണ്ട്. എല്ലാ സംവിധാനവും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ജാം ചെയ്ത് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്ത് ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ആദ്യം അടിക്കേണ്ടത് ഇറാനാണെന്ന് പറയപ്പെടുന്നു. എന്താണെങ്കിലും നമുക്ക് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഇവിടെ വരാനിരിക്കുന്ന ഒരു യുദ്ധം അസന്നിഗ്ധമാണ്. അത് വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളിടത്തേക്ക് ഓരോ ന്യൂസുകൾ വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും കാര്യമാണ്. എന്താണെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം എന്തോ ഒന്ന് സംഭവിക്കുമെന്നൊക്കെയാണ് ഫോക്സ് ന്യൂസ് പുറത്തുവിടുന്നത്. ഫോക്സ് ന്യൂസിന് അത്ര നമ്പാൻ പറ്റില്ല. പാശ്ചാത്യരെ കൊയിലത്തുകാരാണ് ഈ ഫോക്സ് ന്യൂസ്. അതിനെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഫോക്സ് ന്യൂസ് ഭയങ്കര കളവ് പറഞ്ഞുണ്ടാക്കുന്ന ഒരു ന്യൂസ് കൂടിയാണ് എന്ന് ഞാൻ സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. കാരണം എൻ്റെ മേക്കിട്ട് നിങ്ങൾ വരരുത് എന്ന് കരുതിയിട്ടാണ് ഫോക്സ് ന്യൂസ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് തന്നെ. സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ അത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുമോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടങ്ങുമോ അല്ല ഇസ്രായേലാണോ തുടങ്ങുക എന്നതേ തിരിയാൻ ബാക്കിയുള്ളൂ. ബാക്കി ഏറെക്കുറെ കാര്യങ്ങളും അതേപോലെ തന്നെ വാക്കുപോരുകളൊക്കെ അത് വലിയ മൂർധന്യതയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനിയും കാത്തിരിക്കണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ചർച്ചയ്ക്ക് പകരം വെടിവെപ്പ് എന്നുള്ളതാണ് അമേരിക്കൻ ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അതാണ് ഈ തലക്കെട്ട് തന്നെ. ചർച്ച ഇനിയില്ല, ഇറാനുമായിട്ടുള്ള ചർച്ചയെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇനി ചർച്ച എന്ന് പറയുന്ന ഭാഗം അടഞ്ഞ സ്ഥിതിക്ക് ഇനി വെടിവെപ്പ് മാത്രമേ ഉള്ളൂ. ആ വെടിവെപ്പിലൂടെ ആര് ജയിക്കും തോക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു ചാനലിൽ കണ്ടിട്ടുണ്ട് വിമാനം ഇറാൻ തകർത്തു എന്നുള്ളത്. അത് ഫേക്ക് ന്യൂസാണ്. നിങ്ങളതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അത് ഞാൻ നോക്കി. കാരണം ഈ നേരം ഇരുട്ട് വെളുപ്പായപ്പം അർദ്ധരാത്രി എന്തോ സംഭവിച്ചോ എന്നാണല്ലോ നമ്മൾ പരിശോധിക്കുക. അപ്പം ഒരു വിമാനത്തെ ഇറാൻ വീഴ്ത്തി, അമേരിക്കൻ വിമാനത്തെ വീഴ്ത്തി എന്നൊക്കെ പച്ച കല്ല വെച്ച നുണയാണ്. നിങ്ങൾ അത് കണ്ടിട്ട് സമയം കളയണ്ട. ഈ കാര്യങ്ങളൊക്കെ നമ്മളും നോക്കിയതാണ്. നോക്കിയപ്പം ഫേക്കിൻ്റെ അവസാനത്തെ ഫേക്ക് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു മാധ്യമത്തിലാണ് അത് വന്നത്. വെറുതെ പറയാണ്. അങ്ങനെയുള്ളൊരു നിലപാടോ സ്വീകരണ സാഹചര്യങ്ങളോ ഇപ്പോൾ ഇറാനിലില്ല എന്ന് മനസ്സിലാക്കുക. അമേരിക്കയും യുദ്ധം ഉണ്ടാകും എന്നേ പറയുന്നുള്ളൂ. ഇതുവരെ അങ്ങനെ ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല. താല്പര്യമുള്ള ആളുകളൊക്കെ കൂടെ വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.